തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ദൈവം പിറക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലാണെന്നും വലിയ സത്രങ്ങളിലല്ലെന്നും മംഗളവാർത്താകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായി ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ബോധിപ്പിച്ചു. പാലാരൂപത 42ാമത് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. കൺവെൻഷൻ ഒന്നാം ദിവസം ഉച്ചകഴിഞ്ഞ് 3:30 ജപമാലയെ തുടർന്ന് ഫാദർ മാത്യു പുല്ലുകാലായിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തി. തുടർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ സ്വാഗതം പറഞ്ഞു. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ തിരിതെളിയിച്ചു. മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ ലിഖിതങ്ങളിലും ബൈബിളിലും വിശുദ്ധ പാരമ്പര്യങ്ങളിലുമാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കേണ്ടതുണ്ട്. സ്പോക്കൺ ബൈ ഗോഡ്, ദൈവം സംസാരിച്ച വചനം എഴുതപ്പെട്ട ബൈബിളിലും നമ്മൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഘോഷപൂർവ്വം നമ്മൾ പരികർമ്മം ചെയ്യുന്ന പരിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനയിലും ഒക്കെയാണ്. നമ്മൾ ഈ കൺവെൻഷൻ്റെ ആദ്യകാലം മുതൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടി യോജിപ്പാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ദൈവവചനത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ തിരുവചനവും സഭയുടെ പാരമ്പര്യങ്ങളും നമ്മൾ ആഴത്തിൽ പഠിക്കണം. അത് രണ്ടും തമ്മിലുള്ള പാരസ്പര്യമാണ് സഭകളുടെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അണക്കര മരിയൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളൻമനാൽ, പ്രോട്ടോ സിഞ്ചലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, മാണി സി കാപ്പൻ MLA, ഫാദർ ആൽബിൻ പുതുപ്പറമ്പിൽ, ഫാദർ മാത്യു പുനത്താനത്തുകുന്നേൽ, ഫാദർ മാത്യു പുല്ലുകാലായിൽ, ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ, ഫാദർ ജോസഫ് മുത്തനാട്ട്, ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ, ഫാദർ ജോസഫ് കാക്കല്ലിൽ, റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നൽ, ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട്, ഫാദർ ജോസഫ് തടത്തിൽ, ജോർജ് കുട്ടി ഞാവള്ളിയിൽ, സണ്ണി പള്ളിവാതുക്കൽ, VV ജോർജ് കുട്ടി, ബിനു വാഴേപ്പറമ്പിൽ, സെബാസ്റ്റ്യൻ കുന്നത്ത്, സെബാസ്റ്റ്യൻ പയ്യാനി മണ്ഡപത്തിൽ, ബാബു പെരിയപുറം, ജോൺസൺ തടത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. i4E ന്യൂസ്, പാലാ.